നമ്മുടെ മാർക്കറ്റിങ്ങിൽ വളരെയധികം ഈസിയസ്റ്റ് വേയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു നല്ല വഴിയാണ് നല്ല കസ്റ്റമേഴ്സിനെ ജനറേറ്റ് ചെയ്ത് വെക്കുക എന്നത്. ഒരു മാർക്കറ്റിൽ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ ആ സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഒരു 3 മാസം ശരിക്കും ഒരു ബിസിനസ്മാനെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹണിമൂൺ പീരീഡാണ്. ഈ 3 മാസം അവർ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു സ്മാർട്ട് വർക്ക് ചെയ്താലും മാത്രമേ നല്ല കസ്റ്റമേഴ്സിനെ ജനറേറ്റ് ചെയ്ത് വെക്കാൻ കഴിയൂ. ഒരിക്കലും ഒരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല ശരിക്ക് നല്ല കസ്റ്റമേഴ്സിനെ ജനറേറ്റ് ചെയ്യാതെ. മാർക്കറ്റിംഗ് തന്നെ വളരെ ടഫായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ നല്ല കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ നല്ല ഡീലേഴ്സിനെ നമ്മൾ കണ്ടെത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അവിടെ നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഇൻവോൾവ്മെൻറ്റ്സ്, അവരുമായിട്ടുള്ള ആക്ഷൻസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ജനറേഷനിൽ. ആ കസ്റ്റമേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവിടെ ഈ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹായ് ഫ്രണ്ട്സ്, വളരെ നല്ല സബ്ജക്റ്റുകളാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട്, സെയിൽസുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള പല സബ്ജക്റ്റുകളും നമ്മൾ എടുത്തിട്ട് നമ്മൾ ഡിസ്കഷനിലേക്ക് ഇടും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നല്ല കസ്റ്റമേഴ്സിനെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഒരു നല്ല കസ്റ്റമർ ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയ ഗ്രോത്തുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു കസ്റ്റമറെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, എന്തൊക്കെ അതിന് വേണ്ടി ചെയ്യണം, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും മാർക്കറ്റിംഗ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകൾ കസ്റ്റമർ ജനറേറ്റ് ചെയ്ത് വെക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സ്റ്റാഫുകളും നമ്മുടെ മാർക്കറ്റിലുണ്ട്. പലരും പല രീതിയിലാണ് അവരുടെ ഒരു ബിസിനസ് റേഞ്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ചിലർ ഒരുപാട് കസ്റ്റമേഴ്സിനെ, വേണ്ടതും വേണ്ടാത്തതുമായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കി വെച്ച് അതിലൂടെ സെയിൽസ് കൂട്ടും. ചിലർ സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് വളരെ കുറഞ്ഞ കസ്റ്റമേഴ്സിനെ, എന്നാൽ പ്രയോറിറ്റി കൂടിയ കസ്റ്റമേഴ്സിനെ ജനറേറ്റ് ചെയ്തിട്ട് സെയിൽസ് കൂട്ടും. ചിലർ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെയിൽസിൽ വേരിയേഷൻസ് ഉണ്ടാക്കും. ഇപ്പോൾ ഇവിടെ സെയിൽസ് എന്ന് പറയുന്ന ഒരു വലിയ സിസ്റ്റം സിമ്പിളായിട്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ ആർക്കും തന്നെ കഴിയില്ല. ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ അറ്റ് എ സ്റ്റാർട്ടിങ് സ്റ്റേജ് നമ്മുടെ സെയിൽസ് റേഞ്ച് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളെടുക്കുന്ന ഒരു സ്മാർട്ട് വർക്കിൻ്റെ റിസൾട്ടാണ് സെയിൽസ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. 1-ാം പ്രാവശ്യം, 2-ാം പ്രാവശ്യം, 3-ാം പ്രാവശ്യം, അങ്ങനെ നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പിൻ്റെ ബേസിലായിരിക്കും ചിലപ്പോൾ ഒരു സെയിൽസ് ക്ലോസിംഗ് ഒക്കെ നടക്കുന്നത്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ പറ്റും, ചില സമയങ്ങളിൽ ടൈം എടുക്കും. കാരണം റിക്വയർമെൻറ്റും അതുപോലെ തന്നെ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിസ്റ്റവും പ്രോപ്പറാകുമ്പോൾ മാത്രമേ അവിടെ സെയിൽസ് ക്ലോസിംഗ് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ അങ്ങ് നടക്കുന്ന ഒരു സിസ്റ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ എന്താണോ മാർക്കറ്റ് ചെയ്യുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും, അതുപോലെ തന്നെ അതിൻ്റെ കോമ്പറ്റീറ്റീവ് ഐറ്റംസിൻ്റെ, നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റ്സ് ഉണ്ടാവും, കമ്പാരിറ്റീവ് പ്രോഡക്റ്റ്സ്. ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള
അവയർനെസ്സും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ രണ്ട് സൈഡും മനസ്സിലാക്കി വെക്കണം. അതൊക്കെ നമ്മുടെ മാർക്കറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ എങ്ങനെയാണ് കസ്റ്റമറെ ജനറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ എങ്ങനെ നിലനിർത്താം എന്നതാണ് നോക്കേണ്ടത്. ഒരു മാർക്കറ്റിൽ ഒരാളെ കണ്ടാൽ, ഒരു ക്ലയൻറ്റിനെ, ഒരു ബിസിനസ്മാനെ നമ്മൾ കണ്ടാൽ അറ്റ് ദി ടൈം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ബിസിനസ് സംസാരിക്കരുത് എന്നേ ഞാൻ പറയൂ. പലരും പലപ്പോഴും ഡയറക്റ്റ് ബിസിനസ്സിലേക്ക് കയറും. ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നൊരു വലിയ സിസ്റ്റം ഈ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ബിസിനസ്സിലുണ്ട്. നിങ്ങളൊരാളെ കണ്ട ഉടൻ തന്നെ സെയിൽസിനെ കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെപ്പോഴും നിങ്ങളെക്കുറിച്ചും അവരെക്കുറിച്ചും സംസാരിക്കണം. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങളെന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നത് അവർക്ക് ബോറടിക്കാത്ത രീതിയിൽ, എന്നാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ബേസ് ചെയ്തുകൊണ്ട് സംസാരിച്ച് ഫലിപ്പിക്കണം. ആ സംസാരത്തിനിടയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസും കൂടെ സംസാരിക്കണം. ആ ഫ്ലോയിൽ തന്നെ ആയിരിക്കണം ആ സെയിൽസ് സംസാരിക്കണം. അവിടെ ബിസിനസ് ക്ലോസ് ആവും. അല്ലാണ്ട് നിങ്ങൾ ഒറ്റയടിക്ക് കയറിയിട്ട് പ്രോഡക്റ്റൊക്കെ സംസാരിച്ച് ഞാനിത് വിൽക്കാൻ വന്നതാണ്, നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന സാധനമാണ്, നിങ്ങളിത് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറും അല്ലെങ്കിൽ ഒരു ബിസിനസ്മാനും ഫസ്റ്റ് ടൈം അത് മൈൻഡ് ചെയ്യില്ല. മറിച്ച് അവർക്ക് ഈ ഒരു സാധനം കിട്ടേണ്ടത് അത്യാവശ്യമാണ് എന്നത് നമ്മൾ പറഞ്ഞെത്തിച്ചതിന് ശേഷം മാത്രം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കണം. അപ്പോഴാണ് നമുക്ക് സെയിൽസ് ക്ലോസിങ് ഉണ്ടാകുന്നത്. നമുക്ക് അനുഭവം ഉണ്ടാവും, നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അതിനെക്കുറിച്ചിട്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന ആളുകളായാലും ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ഇത് ഓഫീസ് സ്ട്രക്ചറിലേക്ക് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ മാർക്കറ്റിംഗ് റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസും ക്ലയൻറ്റ്സ് ജനറേറ്റിൻ്റെ ഒക്കെ പ്രയോറിറ്റി എന്താ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളവിടെ ഇടപെടുന്ന രീതിയിൽ മാറ്റം വരുത്തണം. കുറച്ച് കഥകളൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. ചിലപ്പോൾ അവരുടെ പ്രിഫറൻസ് എന്താണെന്നുള്ളത് അവരോട് സംസാരിക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് അവരെ ഇൻട്രസ്റ്റിലൂടെ, അവരുടെ താല്പര്യം എന്തെന്ന് മനസ്സിലാക്കി ആ സബ്ജക്റ്റിലൂടെ നമ്മൾ സെയിൽസിലേക്ക് വരണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ പരക്കെ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വോളിയം റേഞ്ചിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന, വിത്തൗട്ട് ഡിലേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്ന നല്ല കസ്റ്റമേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങളിപ്പം 100 ആളെ കണ്ടിട്ട് സെയിൽ കൂട്ടിയാലും ടാർഗറ്റാവും, 10 ആളെ കണ്ടിട്ട് സെയിൽ കൊണ്ടുവന്നാലും ടാർഗറ്റാവും. 100 ആളെ നിങ്ങൾ കൊണ്ടുവന്ന് ടാർഗറ്റ് ആക്കുമ്പോൾ നിങ്ങളുടെ വർക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൻ്റെ ഹാർഡ്നെസ് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ ഓടി അങ്ങ് കുഴങ്ങും, അല്ലേ? പച്ചയിൽ പറഞ്ഞാൽ കുഴങ്ങും. നിങ്ങൾ വളരെ ക്ഷീണിതനാകും എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത്രയും പ്രയാസമുള്ള ഒരു പാർട്ടായിട്ട് എത്തുന്നത്. മറിച്ച് നിങ്ങളൊരു 10 കസ്റ്റമറെ വെച്ചിട്ട് നല്ല വാബിലിറ്റി ഉള്ള, നല്ല പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള, പേയ്മെൻറ്റൊക്കെ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു 10 കസ്റ്റമറെ കിട്ടിയാൽ അത് മതി. ചിലപ്പോൾ നിങ്ങൾക്ക് ആ 100 എണ്ണത്തിൻ്റെ എഫക്റ്റിൽ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു മാനദണ്ഡം എതിരുന്നത്. അപ്പോൾ നല്ല കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നത് നിങ്ങൾ അവരോട് സംസാരിക്കുന്ന രീതികളിൽ,
നിങ്ങൾ അവരുമായി ഇടപെടുന്ന രീതികളിൽ അവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് എപ്പോഴും നിങ്ങൾ കമ്പനിയുടെ സൈഡും കസ്റ്റമറുടെ സൈഡും ആണ് എന്ന് രണ്ടുപേർക്കും തോന്നുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ജനറേറ്റ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. കമ്പനിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ കമ്പനിയുടെ ഭാഗമായിരിക്കും. പക്ഷേ കസ്റ്റമർ എപ്പോഴും ചിന്തിക്കേണ്ടത് ഞാൻ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മൂപ്പർ സംസാരിക്കുന്നത് തോന്നുന്ന രീതിയിൽ നമ്മൾ നിന്ന് സംസാരിക്കുമ്പോഴാണ് അവിടെ ബിസിനസ്സിൻ്റെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും ഡെവലപ്മെൻറ്റും ഉണ്ടാവുന്നത്. എനിവേ നെക്സ്റ്റ് ഡേ നമുക്ക് ഇതിൻ്റെ തന്നെ മറ്റൊരു കണ്ടിന്യൂഷൻ ടോപ്പിക്കുമായിട്ട് കടന്നു വരാം. ഓക്കെ, താങ്ക് യു.